നമ്മൾ ഇന്ന് പഴം കൊണ്ട് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ പാലൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. പാലൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം തയ്യാറാക്കണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 5 ഞാലിപ്പൂവൻ പഴമാണ് എടുത്തേക്കുന്നത്. ചെറിയ സൈസ് 5 പഴമാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ആദ്യം തന്നെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഐസ്ക്രീം എപ്പോഴും ഉണ്ടാക്കുമ്പോൾ പഴം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അതൊന്ന് നന്നായിട്ട് ഫ്രീസാക്കിയിട്ട് എടുക്കണം. ആദ്യം ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ നല്ല കല്ല് പോലെയാവും. അതുപോലെ ഒരു 2-3 മണിക്കൂറൊക്കെ ഫ്രീസറിൽ നന്നായിട്ട് കുറച്ച് നേരം വെച്ച് നല്ലവണ്ണം ഫ്രീസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 3.5 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഫ്രീസറും പല ടൈപ്പായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇതെങ്ങനെയാണ് സോഫ്റ്റ്നെസ് ഉണ്ടാവരുത്. ആ പഴം നമുക്ക് ഇതുപോലെ ടീസ്പൂണിൽ ഇളക്കുമ്പോൾ കല്ലും കട്ടകൾ എടുത്തിടുമ്പോൾ എങ്ങനെയായിരിക്കും അതുപോലെ തോന്നണം, അതുപോലെ സൗണ്ട് ഉണ്ടാവണം, അതുപോലെ കട്ടി ഉണ്ടാവണം. അത്രയും നേരം എത്ര എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നേരം ഇത് ഫ്രീസാക്കിയിട്ട് ഇതുപോലെ എടുക്കുക. ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് ഒരു 1/4 കപ്പ് നാളികേരം ചിരകിയതുണ്ട് 1/4 കപ്പ് നിറച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 12 അല്ലി കാഷ്യൂ ആണ്, കാഷ്യൂ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ 8 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക, സാധാരണ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാളികേരത്തിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്ക് 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ, 1/2 കപ്പ് വരെ ചേർക്കാം. അപ്പോൾ അങ്ങനെ ചേർക്കുന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം കൂടുതൽ ചേർക്കണം. അപ്പോൾ അത് ഇതുപോലെ എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പഴം നമ്മൾ ചെത്തി വെച്ചിരിക്കുന്നത് അത് മുഴുവനോടെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആ മിക്സ് അരപ്പ് റെഡി ആയതിന് ശേഷം ഫ്രീസറിൽ നിന്ന് പഴം എടുത്താൽ മതിയിട്ട് അത് കൈയോടെ തന്നെ അരയ്ക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് തട്ടിയിട്ടൊക്കെ കൊടുത്ത് കുറേ പതുക്കെ അരച്ച് കൊടുക്കുക. ചൂടാവാണ്ട് പതുക്കെ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് തന്നെ അരച്ചെടുക്കുക. ഞാനിവിടെ നമുക്കിത് ചിരട്ടയിലാണ് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഓരോ ചിരട്ട ഓരോരുത്തർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഫ്രീസ് ചെയ്തിട്ട് കോരി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷ് ചെയ്യുന്നുണ്ട്, വല്ല സീഡോ നട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ ഞാൻ കുറച്ച് മത്തങ്ങാക്കുരും നാളികേരവും ഇട്ടിട്ടാണ് ഗാർണിഷ് ചെയ്തത്. ഇത് നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ, നല്ല കട്ടയായിട്ട് തന്നെ നമുക്ക് വരണം. സ്പൂണോട് തൊടുമ്പോൾ നല്ല കട്ടിയായിട്ട് വരണം. ഞാൻ ഇവിടെ 5 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് എടുത്തത്. അപ്പോൾ പരന്ന പാത്രം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നിച്ചിട്ടിട്ട് പരന്ന പാത്രത്തിൽ ഫ്രീസ് ചെയ്യാൻ വയ്ക്കുക, അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അതുപോലെ ഞാൻ ഇപ്പോൾ ബാക്കിയുള്ളത് ഒരു ചിരട്ടയിലും ബാക്കിയുള്ളത് ഒരു കപ്പിലുമായിട്ട് അങ്ങനെ 2 പാത്രത്തിലായിട്ടാണ് ഫ്രീസ് ചെയ്യാൻ വെച്ചത്. അപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ അപ്പോൾ ഫ്രീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ്, ഫ്രീസ് ചെയ്ത് തന്നെ കഴിക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാലിപ്പൂവൻ പഴം അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേന്ത്രപ്പഴമോ അല്ലെങ്കിൽ റോബസ്റ്റ് പഴമോ എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ എടുക്കാം. എനിക്ക് ഞാലിപ്പൂവൻ കുറച്ചും കൂടെ ടേസ്റ്റ് ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഞാലിപ്പൂവ് എടുത്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്ലേവർ ആയിട്ടുള്ളൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊക്കെ ഒന്ന് അലിഞ്ഞൊക്കെ തുടങ്ങി. അതുകൊണ്ട് നല്ലൊരു ടെക്സ്ചറാണ്, നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറായിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.